Welcome back to my channel. എളേമ്മ എവിടെ പോവാ ഇപ്പോ? എളേമ്മ എവിടെ പോകുന്നത്? മസാജ് ചെയ്യാൻ പോവാ ഞാൻ സലൂണില്. മസാജ് ചെയ്യാൻ. അപ്പൊ ഞാൻ സലൂണിൽ പോയിട്ട് നല്ല മസാജ് ഒക്കെ ചെയ്തിട്ട് വരാം ഗെയ്സ്. അപ്പൊ ഇന്നത്തെ മസാജ് ചെയ്തിട്ട് വരാം കേട്ടോ, സലൂണിൽ പോയിട്ട്. കേട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് സലൂണിൽ പോകുന്നുണ്ട്. സലൂൺ എന്ന് പറയുമ്പോൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ബെല്ല ഗ്ലാമോറയിലാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഓഫർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ രാവിലെ ഉറക്കം എണിച്ചിട്ടേ ഉള്ളൂ. രാവിലെ എന്ന് പറയുമ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇപ്പം എൻ്റെ റൂട്ടീനൊക്കെ ഇങ്ങനെയാണ്. രാത്രി ഉറക്കം വരാറേ ഇല്ല. എൻ്റെ ആ ഒരു സ്നേഹവും അപ്പോൾ ഉറക്കം വരാറേ ഇല്ല. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് എണീച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ സലൂണിൽ പോകാൻ പോവാണ്. ഇപ്പോൾ അവിടെ എനി ലെങ്ത് സ്മൂത്തനിങ് ഓഫർ കിടപ്പുണ്ട്. കഴിയാറായി. ഞാൻ കുറച്ചാളിങ്ങനെ വളർത്തി ഹെയർ ഒരു രീതിക്ക് സെറ്റായിട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഇത്ര നാൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പം ഓഫർ തീരാറായി. ഞാൻ അവസാനം ആ ഒരു ഫസ്റ്റ് 75 കസ്റ്റമേഴ്സിനായിരുന്നു. അതിൽ ഞാനൊരു സ്ലോട്ട് ഇങ്ങനെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഓഫേഴ്സ്, ബാക്കി ഓഫറൊന്നും കഴിഞ്ഞിട്ടില്ല. എനിക്കൊന്ന് മാർച്ച് വരെ എന്തോ ഉണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ഞാനത് പിന്നെ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുമ്പോൾ എന്തായാലും എൻ ലെങ്ത്തിൻ്റെ സ്മൂത്തനിങ്ങിൻ്റെ ഓഫറാണ് ചെയ്യാൻ പോകുന്നത്. എൻ ലെങ്ത്തിന് ഓഫറുണ്ട്. എൻ ലെങ്ത്ത് മാത്രമല്ല, വേറെ കുറേ അടിപൊളി കോംബോസും ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ഐബ്രോസും കൂടി ചെയ്യണം. ബാക്കി നോക്കട്ടെ, ഇന്ന് സമയം കിട്ടുന്നത് പോലെ എന്തെങ്കിലും സർവീസ് ചെയ്യാൻ സമയം കിട്ടുകയാണെങ്കിൽ ബാക്കിയും കൂടി ചെയ്യാം. ട്രിവാൻഡ്രത്താണ് ബെല്ല ഗ്ലാമോറ. അപ്പോൾ ഇതുവരെ ബെല്ല ഗ്ലാമോറയിൽ പോയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുക. നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താ പറയുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനിക്കൊന്ന് ഞാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എല്ലാവർക്കും കാണുന്ന രീതിക്ക്, അത് മിറർ എല്ലാവർക്കും കാണാൻ പറ്റുന്നത് കമൻറ്റ് ബോക്സിലാണ്. ബട്ടർഫ്ലൈ കമൻറ്റ് ബോക്സിലാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഡോള്. അപ്പോൾ ബാക്കി വിശേഷമെല്ലാം ഞാനിനി അവിടെ പോയിട്ട് ഇത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതിനിടയ്ക്കും ഞാൻ വ്ളോഗായിട്ട് കാണിച്ചു തരാം. ഫുൾ പ്രോസസ്സ് അല്ല, എന്നാലും ഞാനവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് കാണിക്കാം. പിന്നെന്താണ്, അപ്പോൾ ഇനി അവിടെ പോയതിന് ശേഷം ഞാൻ ബാക്കി ഓഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള കോംബോസ് ഒക്കെ ഞാൻ ഇടാം. ഈ വീഡിയോ എന്തായാലും ഞാൻ മാക്സിമം നേരത്തെ തന്നെ ഇടാം. കാര്യം ഓഫർ തീരുന്നതിന് മുന്നേ തന്നെ പോസ്റ്റ് ചെയ്യണമല്ലോ. ഇത് എനിക്കൊന്ന് കുറച്ച് നാളുണ്ട്, മാർച്ച് വരെയാണെന്ന് തോന്നുന്നു. ഞാനിതായാലും കൺഫേം ചെയ്തിട്ട് ബാക്കി വരാം. അപ്പം നമുക്ക് സലൂണിലോട്ട് പോവാം. എന്താ ചെയ്യണ്ടേ? ആഹാ, പോയിട്ട് വരട്ടെ. ഫുഡ് കഴിക്കോ? അത് വേണ്ടത് കളഞ്ഞോ ചേച്ചി. അത് വേണ്ട, ചീത്ത. ബൂം, പോയി കുളിക്ക്. ദാത്തുന്റെ അല്ലേ ഫ്രോക്ക്? അല്ലേ, ഭൂമിന്റെ. ചായ കുടിച്ചിട്ട് വരാവേ. We two are going. വ്ളോഗാ. സുന്ദരിയായിട്ടിരിക്കണേ. സുന്ദരിയായിട്ടില്ലേ? ഇല്ല, കൊണ്ടുപോകൂല ഭൂമിയെ. ഞാനും ഇളയമ്മയാണ് പോണത്. ഭൂമിയെ കൊണ്ടുപോകൂല. അരുവിനെ കൊണ്ടുപോകൂല, ഭൂമിനെ കൊണ്ടുപോകൂല.
അമ്മമ്മ വിളിച്ചിട്ട് വരാം. അമ്മമ്മ വിളിച്ചിട്ട് വരാമെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനങ്ങനെ ബെല്ല ഗ്ലാമറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തവണ ഫുൾ ഹെയർ സ്മൂത്തനിങ് ചെയ്യാൻ പോവാണ്. കുറേ നാളായി ഞാൻ ഫുൾ ഹെയർ ഒക്കെ ചെയ്തിട്ട് എനിക്കൊന്ന് ചെയ്ത കാലം മറന്നു. ഇപ്പോൾ ചെയ്യുന്നെങ്കിൽ തന്നെ ജസ്റ്റ് ക്രൗൺ ഏരിയ അങ്ങനെ, അല്ലെങ്കിൽ അത് വരുമ്പോഴത്തേക്ക് പിന്നെയും വീണ്ടും റൂട്ട് ചെയ്യും. അങ്ങനെ മാത്രമാണ് കുറച്ച് നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഫുൾ ഹെയർ വീണ്ടും സ്മൂത്തനിങ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഹെയറിൽ ഭയങ്കര ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിന്ന് സ്മൂത്തനിങ് ചെയ്യുന്നത്. ചേച്ചിക്കാണെങ്കിൽ ഞാൻ സ്മൂത്തനിങ് ചെയ്യുന്നതിന് തീരെ താല്പര്യമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ബൊട്ടോക്സോ കെരാട്ടിനോ അങ്ങനെ ട്രീറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ചെയ്യാനാണ് പറയുന്നത്. ബിക്കോസ് ഓൾറെഡി എൻ്റെ ഹെയർ ഭയങ്കര പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്, ഒട്ടും ആരോഗ്യമില്ലാതെ. ബട്ട് സ്റ്റിൽ ഇതെൻ്റെ നിർബന്ധപ്രകാരം മാത്രം ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ദേവികയുടെ മാത്രം ഇഷ്ടപ്രകാരം ദേവിക സ്മൂത്തനിങ്ങിലേക്ക് പോവുകയാണ്. അല്ലേ ദേവിക? കാരണം ഓൾറെഡി ഹെയർ ഡ്രൈ ആണ്, അത്യാവശ്യം നല്ല ഡ്രൈ ആണ്, ഹെയർ ഫോളും ഉണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ ബൊട്ടോക്സ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്തത്. പക്ഷേ പുള്ളിക്കാരിക്ക് സ്മൂത്തനിങ് തന്നെ ചെയ്യണം, സ്ട്രെയിറ്റ് ലുക്ക് വേണം, അതുകൊണ്ട് സ്മൂത്തനിങ് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ദേവികയുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ദേവികയുടെ കൺസെൻറ്റോട് കൂടി നമ്മൾ സ്മൂത്തനിങ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇല്ലേ ദേവിക? മാള് സാക്ഷിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, വെയിറ്റിങ്ങിലാണ്. എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആണ്. എനിക്ക് സ്മൂത്തനിങ് ചെയ്യണം എന്നുള്ള വാശിയിലിരുന്നു. ഇപ്പം അതിന് മുന്നേ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച ഹെയർ ഭയങ്കര ഫ്രിസി ആൻഡ് ഡ്രൈ. ഇവിടെ ഒരാൾ എന്നെ അടുത്ത് ആക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ സ്മൂത്തനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഓഫർ ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞില്ലേ, ഈ കാണുന്നതാണ് ദീപാവലി ഓഫേഴ്സ്. മാർച്ച് വരെ എന്തോ ഉണ്ട്. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കോംബോസും ഓഫേഴ്സും എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതല്ല ഒരു പോസ്റ്ററായിട്ട് അങ്ങനെ തന്നെ കാണണം, കൂടുതൽ ഡീറ്റെയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽ ഓരോന്നിനും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബെല്ല ഗ്ലാമറുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഫേഴ്സ്, അപ്ഡേറ്റ്സ്, പിന്നെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ DM ചെയ്യാം. അപ്പം ഇനി കൂടുതൽ ബോറടിപ്പിക്കാതെ ബാക്കിയെല്ലാം ഞാൻ ഇനി കുറച്ച് ടൈം ലാപ്സിൽ കാണിക്കാനായിട്ട് നോക്കാം. അങ്ങനെ സ്മൂത്തനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഇനി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്മൂത്തനിങ്ങിന് ശേഷം ഒരു 2 ദിവസത്തിന് ശേഷമുള്ള ഫസ്റ്റ് വാഷിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എൻ്റെ ഹെയർ ഇപ്പം 2 ഡേയ്സ് വാഷ് ചെയ്യാതെ ഈ ഒരു പ്രൊസീജിയറിന് ശേഷം, സ്മൂത്തനിങ്ങിന് ശേഷം എൻ്റെ ഹെയർ കിടക്കുന്നത് ഇങ്ങനെയാണ്.
സോ ആക്ച്വലി 2 ദിവസം കഴിഞ്ഞ് വരേണ്ടതാണ്. എൻ്റെ ഒരു 3 ദിവസം കഴിഞ്ഞ് പോയി. കുറച്ചധികം സമയം എടുത്തു. അതായത് വാഷ് ചെയ്യാൻ ഞാൻ കുറച്ച് ലേറ്റായി പോയി. പിന്നെ എനിക്കിങ്ങനെ ഈ ഭയങ്കരമായിട്ട് ഒട്ടി കിടക്കുന്ന ഇഷ്ടമല്ല. സോ ഈ വാഷും കൂടെ കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി കുറച്ചൊരു നാച്ചുറൽ ലുക്കിലോട്ട് വരും. സോ ഗൈസ്, എനിക്ക് അന്ന് എൻ്റെ വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് സ്മൂത്തനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഒരു ഫൈനൽ ലുക്ക് വരെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും എൻ്റെ ഫസ്റ്റ് വാഷിന് വന്നതാണ്. ഫസ്റ്റ് വാഷ് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സ്മൂത്തനിങ് പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഫൈനൽ ലുക്കാണ്. ഇങ്ങനെ വെച്ചാൽ ഇതെൻ്റെ ഹെയറിൻ്റെ ഫൈനൽ ലുക്കാണ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ലോങ് ഹെയർ ആയതിന് ശേഷം ഫുൾ ഹെയർ സ്മൂത്തനിങ് ചെയ്യണം എന്നുള്ളത്. അത് എങ്ങനെ ഇന്ന് സാധിച്ചിരിക്കുകയാണ്. സ്മൂത്തനിങ് കഴിയുമ്പോൾ പിന്നെ ഹെയറിൽ അധികം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ഇടയിൽ ഇറങ്ങി പോകാനാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തിട്ടൊക്കെ ഇറങ്ങി പോകുന്നത് എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. സോ ആസ് യൂഷ്വൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി ദീപാവലിയുടെ ഓഫേഴ്സൊക്കെ ഇവിടെ റണ്ണിങ് ആണ്. ദീപാവലി കഴിഞ്ഞു എന്നിട്ടും എനി ലെങ്ത്തിന് ജസ്റ്റ് എൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് കാണാം. സോ ഈ ലെങ്ത്തിന് 3500 ആണ് സ്മൂത്തനിങ്ങിന് വരുന്നത്. പിന്നെ ഈ എനി ലെങ്ത് സ്മൂത്തനിങ്, അതായത് ഈ 3500 വരുന്ന സ്മൂത്തനിങ് ലിമിറ്റഡ് ആണ്. അത് ആർക്കെങ്കിലും ഇൻ കേസ് അവൈൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊരു കൂപ്പൺ ഉണ്ട്. ജസ്റ്റ് എനിക്ക് DM ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക, അതിൻ്റെ ലിങ്കും താഴെയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ ആ കൂപ്പൺ തരുന്നതായിരിക്കും. സോ ബെല്ല ഗ്ലാമറുടെ ലൊക്കേഷൻ വന്നിട്ട് ഈഞ്ചക്കലാണ്, ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. എല്ലാവരും പോയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു സർവീസസ് എന്നൊക്കെ പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കൂടി എന്നെ വിളിയാനായിട്ട് മറക്കരുത്. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.